ഹലോ പി എസ് സി ആസ്പിരൻസ്, മെയിലക്കം 2024 മെയിലക്കം പി എസ് സി ബുള്ളറ്റിൻ നോക്കാം. പൊതുവിജ്ഞാന ദർപ്പണം. ബംഗ്ലാദേശിന്റെ രാഷ്ട്രശില്പി മുജീബുർ റഹ്മാൻ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ. ബംഗാൾ വിഭജിക്കപ്പെട്ട വർഷം 1905. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32. ഭഗീരഥയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലം ഏതാണ്? ദേവപ്രയാഗ്. ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന പുസ്തകം രചിച്ചത് കപിൽ ദേവ്. അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനം നവംബർ 30. മിന്റോനെറ്റ് എന്നറിയപ്പെടുന്ന കായിക വിനോദം വോളിബോൾ. മിന്റോ മോർലി ഭരണപരിഷ്കാരം ഏതു വർഷത്തിൽ? 1909. മനുഷ്യന്റെ മൂത്രത്തിന്റെ സാധാരണ pH മൂല്യം 6. അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ആരുടെ ആത്മകഥയാണ്? ഈശ്വര വാര്യരുടെ ആത്മകഥയാണ് അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. അച്യുത ദേവരായരുടെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസുകാരനായ കുതിര വ്യാപാരി ആരാണ്? ഫെർണാവോ ന്യൂനസ്. മീനച്ചിലാർ ഏതു ജില്ലയിലെ പ്രധാനപ്പെട്ട നദിയാണ്? കോട്ടയം. മീരാദേവിയുടെ ക്ഷേത്രം എവിടെയാണ്? ചിത്തോർഗഡ്. മീസൽസ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ എഫ് എൻഡേഴ്സ് 1960. അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യം. അസ്ഥിയുടെ എത്ര ശതമാനമാണ് ജലം? 20%. മുളയിലകൾ മാത്രം തിന്നുന്ന ജീവി ഏതാണ്? പാണ്ട. മുഗൾ പൂന്തോട്ട നിർമ്മാണ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് ബാബർ. മുടിയിലടങ്ങിയിരിക്കുന്ന മാംസ്യം കെരാറ്റിൻ. മുസോളിനി ഭരണാധികാരിയായിരുന്ന രാജ്യം ഇറ്റലി. അജ്മീർ സ്ഥാപിച്ചത് അജയരാജൻ. അടുത്ത ചോദ്യം നോക്കാം. ഭാഷാശാസ്ത്രം ലിംഗ്വിസ്റ്റിക് ഉരുത്തിരിഞ്ഞ രാജ്യം ഏതാണ്? ഇന്ത്യ. ബുദ്ധന്റെ വളർത്തമ്മയാണ് ഗൗതമി. അറബിക് വെള്ളി നാണയങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിച്ചിറക്കിയ സുൽത്താൻ ഇൽത്തുമിഷ്. മധുര ഏത് നദിയുടെ തീരത്താണ്? വൈഗ നദിയുടെ തീരത്താണ് മധുര. മിസോറമിന്റെ പഴയ പേര്? ലുഷായ് ഹിൽ ഡിസ്ട്രിക്ട്. നബാർഡ് നിലവിൽ വന്ന വർഷം 1982. നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം റിഫ്രാക്ഷനാണ്. പുരുഷനാമമുള്ള വടക്ക് കിഴക്കേ ഇന്ത്യൻ നദി? ബ്രഹ്മപുത്ര. പ്രവാസികളുടെ ജീവിതം ആസ്പദമാക്കി ബെന്യാമിൻ രചിച്ച കൃതി? ആടുജീവിതം. പ്രാചീന കാലത്ത് മുസിരിസ് അറിയപ്പെട്ടിരുന്ന തുറമുഖം? കൊടുങ്ങല്ലൂർ. 1952 പാർലമെന്റ് അംഗമായ പ്രശസ്ത ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? മേഘനാഥ് സാഹ. അധികാരം കൈയടക്കാൻ 1923 ഹിറ്റ്ലർ നടത്തിയ അട്ടിമറി ശ്രമത്തിന്റെ പേര്? ബീർഹാൽ പുഷ്. മനുഷ്യന് ആകെ എത്ര പേശികളുണ്ട്? 639. മനുഷ്യന്റെ മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം 3. മനുഷ്യന് എത്ര അസ്ഥികളുണ്ട്? 206. ധനതത്വശാസ്ത്രത്തിന്റെ പിതാവ്? ആഡം സ്മിത്ത്. ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ച രാജ്യം? ഇറ്റലി. അർജുന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റർ? സലീം ദുരാനി. ആർക്കു ശേഷമാണ് ബാർബർ ഡൽഹി സുൽത്താനായത്? നസറുദ്ദീൻ മഹ്മൂദ്. ആൽക്കഹോളിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ്? അലൻ ട്യൂറിംഗ്. ആമാശയത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി? പാൻക്രിയാസ്. ആന്റിസെപ്റ്റിക് സർജറിയുടെ ഉപജ്ഞാതാവ്? ജോസഫ് ലിസ്റ്റർ. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ആൻജലസിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം? ക്യൂബ. ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ്? O. ആന്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ്? AB. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്തകോശം? ശ്വേത രക്താണുക്കൾ. യമുനയുടെ ഉത്ഭവസ്ഥാനം? യമുനോത്രി. ആമുക്തമാല്യത എന്ന സാഹിത്യകൃതി തെലുങ്കിൽ രചിച്ചത്? കൃഷ്ണദേവരായർ. ആർജിത ഇന്ത്യൻ പൗരത്വമുണ്ടായിരുന്ന ആദ്യ ഭാരതരത്നം ജേതാവ്? മദർ തെരേസ. ആർത്രൈറ്റിസ് ബാധിക്കുന്നത് സന്ധികളെയാണ്. ആമസോൺ നദി പതിക്കുന്ന സമുദ്രം? അറ്റ്ലാന്റിക്. ആര്യന്മാരുടെ സ്വദേശം മധ്യേഷ്യയാണെന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ ഗവേഷകൻ ആരാണ്? മാക്സ് മുള്ളർ. ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം? സൾഫർ ഡയോക്സൈഡ്. യൂറാൽ നദി പതിക്കുന്ന തടാകം? കാസ്പിയൻ കടൽ. യൂറോ ഏത് വൻകരയിലെ രാജ്യങ്ങളിലെ നാണയമാണ്? യൂറോപ്പ്. ആണവ യുഗത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? എൻറിക്കോ ഫെർമി. ആണിന്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന ജീവി? കടൽ കുതിര. മജ്ലിസ് എന്നു പേരുള്ള നിയമനിർമ്മാണ സഭയുള്ള സാർക്ക് രാജ്യം ഏതാണ്? മാലിദ്വീപ്. മുംബൈ നഗരത്തിലുള്ള ഒരു പ്രശസ്തമായ വനം ഇപ്പോൾ ദേശീയ ഉദ്യാനമാണ്. ഏതാണ്? സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്.
അയോധ്യ ഏത് നദിയുടെ തീരത്താണ്? സരയു. അറേബ്യൻ നാടുകളെയും ആഫ്രിക്കൻ വൻകരയെയും വേർതിരിക്കുന്ന കടൽ ചെങ്കടൽ. മണ്ടരി രോഗത്തിന് കാരണമായ ജീവി വൈറസ്. അതാരി വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ. മതിലുകൾ എന്ന നോവൽ രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. അതിജാലകത കണ്ടുപിടിച്ചതാരാണ്? കാമർലിംഗ് ഓനസ്. അതുലൻ ആരുടെ സദസ്യനായിരുന്നു? ശ്രീകണ്ഠൻ. മദർ ഇന്ത്യ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി നർഗീസ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ആധുനിക ജനാധിപത്യ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ബ്രിട്ടൻ. ആൽഫ്രഡ് നോബലിന്റെ പ്രധാന കണ്ടുപിടുത്തം നൈട്രോഗ്ലിസറിൻ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. നമുക്ക് തുടർന്ന് നോക്കാം സെക്കൻഡ് പേജിൽ നിന്ന്. ആദി ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേര് ഗുരു ഗ്രന്ഥ് സാഹിബ്. ആദ്യ ലാറ്റിൻ അമേരിക്കൻ അറബ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസീലിയ. ഇസ്രായേലിന്റെ ജനനത്തിന് കാരണമായ പ്രസ്ഥാനം സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ രചിച്ചത് R.C. ദത്ത്. എത്തിഹാദ് എയർലൈൻസ് ഏത് രാജ്യത്തിൻ്റെതാണ്? UAE. ഇന്ദുപ്പിന്റെ രാസനാമം പൊട്ടാസ്യം ക്ലോറൈഡ്. ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഇന്ത്യ ഭരിക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രം ഭിന്നിപ്പിച്ചു ഭരിക്കൽ. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശജൻ ബഹ്ലുൽ ലോധി. ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം 1948. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക കൊൽക്കത്ത. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായിട്ട് അംഗീകാരം ലഭിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടി ആയിരിക്കണം? 4. ഇന്ത്യയിൽ ആദ്യമായി നിയമബിരുദം നേടിയ വനിത കോർണേലിയ സൊറാബ്ജി 1894. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം. രാഷ്ട്രകൂട വംശത്തിലെ ഏറ്റവും പ്രഗത്ഭരാരൊക്കെയായിരുന്നു? ഗോവിന്ദ അമോഘ വർഷൻ. രാജതരംഗിണി രചിച്ചതാരാണ്? കൽഹണൻ. ഏത് ലോഹത്തിന്റെ അയിരാണ്? ഹെംറൈറ്റ് ഇരുമ്പ്. ഏതു വേദത്തിന്റെ ഉപവേദമാണ്? ഗന്ധർവവേദം സാമവേദത്തിന്റെ. ഏത് സേനയുടെ തലവനാണ്? അഡ്മിറൽ നാവികസേന. ഏതു നദിയിലാണ് അരുവിക്കര ഡാം? കരമനയാറ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകിയത് എന്തിനാണ്? കൃഷിക്കാണ്. ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയനായ മലയാളി ആരാണ്? VK കൃഷ്ണമേനോൻ. പേർഷ്യനു പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി വില്യം ബെൻഡിക്. പോർച്ചുഗലിലെ കാതറിനെ വിവാഹം കഴിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി ലഭിച്ച പ്രദേശം ഏതാണ്? ബോംബെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്. ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്. ലോക്സഭാ അംഗമായ ആദ്യ കേരളീയ വനിത ആനി മസ്ക്രീൻ. വോൾട്ടേർ ഏതു രാജ്യക്കാരനായിരുന്നു? ഫ്രാൻസ്. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് ആരാണ്? KR നാരായണൻ. കേരളത്തിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായി. കേരളത്തിൽ ആദ്യമായിട്ട് വാർഷിക വിശേഷാൽ പതിപ്പ് പുറത്തിറക്കിയ പത്രം ഏതാണ്? മിതവാദി. ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശജൻ ബഹ്ലുൽ ലോധി. ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം 1948. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക കൊൽക്കത്ത. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായിട്ട് അംഗീകാരം ലഭിക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടി ആയിരിക്കണം? 4. ഇന്ത്യയിൽ ആദ്യമായി നിയമബിരുദം നേടിയ വനിത കോർണേലിയ സൊറാബ്ജി 1894. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം. രാഷ്ട്രകൂട വംശത്തിലെ ഏറ്റവും പ്രഗത്ഭരാരൊക്കെയായിരുന്നു? ഗോവിന്ദ അമോഘ വർഷൻ. രാജതരംഗിണി രചിച്ചതാരാണ്? കൽഹണൻ. ഏത് ലോഹത്തിന്റെ അയിരാണ്? ഹെംറൈറ്റ് ഇരുമ്പ്. ഏതു വേദത്തിന്റെ ഉപവേദമാണ്? ഗന്ധർവവേദം സാമവേദത്തിന്റെ. ഏത് സേനയുടെ തലവനാണ്? അഡ്മിറൽ നാവികസേന. ഏതു നദിയിലാണ് അരുവിക്കര ഡാം? കരമനയാറ്.
ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകിയത് എന്തിനാണ്? കൃഷിക്കാണ്. ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ശ്രദ്ധേയനായ മലയാളി ആരാണ്? VK കൃഷ്ണമേനോൻ. പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി വില്യം ബെനഡിക്ട്. പോർച്ചുഗലിലെ കാതറിനെ വിവാഹം കഴിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി ലഭിച്ച പ്രദേശം ഏതാണ്? ബോംബെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സ്. ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്. ലോക്സഭാ അംഗമായ ആദ്യ കേരളീയ വനിത ആനി മസ്ക്രീൻ. വോൾട്ടേർ ഏതു രാജ്യക്കാരനായിരുന്നു? ഫ്രാൻസ്. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് ആരാണ്? KR നാരായണൻ. കേരളത്തിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായ്. കേരളത്തിൽ ആദ്യമായിട്ട് വാർഷിക വിശേഷാൽ പതിപ്പ് പുറത്തിറക്കിയ പത്രം ഏതാണ്? മിതവാദി. ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടത് ആരാണ്? സ്പീക്കർ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് റയോൺ. സമാധാനത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം 1907. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം അനുഭവിച്ച സ്ഥലം ഏതാണ്? ഗാന്ധിജി ആദ്യ ജയിൽവാസം അനുഭവിച്ചത് ജോഹന്നാസ്ബർഗ്. ഗാന്ധിജിയുടെ ഉപദേശം അനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് K. കേളപ്പൻ. ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച അൺടു ദിസ് ലാസ്റ്റ് രചിച്ചത് ജോൺ റസ്കിൻ. CP രാമസ്വാമി അയ്യർ പദവി ഒഴിഞ്ഞപ്പോൾ ആക്ടിംഗ് ദിവാനായത് PGN ഉണ്ണിത്താൻ. CAT സ്കാനർ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ്. CV രാമന് ഏതു വിഷയത്തിലാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്? ഊർജതന്ത്രം. സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ വിമാനത്താവളം? ബാഗ്ഡോഗ്ര. സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷൻ? ന്യൂ ജൽപൈഗുഡി. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിൽ. സിയാങ് എന്ന പേരിൽ അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്ന നദി? ബ്രഹ്മപുത്ര. ഗിരി ജലസേചന പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. സിന്ധു നദിയുടെ തീരത്തെ ഏറ്റവും വലിയ നഗരം? കറാച്ചി. സ്ട്രോംബോളി കൊടുമുടി ഏത് രാജ്യത്താണ്? ഇറ്റലി. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത്? യമുന. ഗംഗാ തീരത്തെ ഏറ്റവും വലിയ നഗരം? കാൺപൂർ. സംസ്ഥാന ശാസ്ത്ര പരിസ്ഥിതി കൗൺസിൽ ചെയർമാൻ? മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തിന് വേണ്ടി സംസ്ഥാന ഭരണം നടത്തുന്നത് ആരാണ്? ഗവർണർ. ഗംഗയെ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത്? രാജേന്ദ്രൻ ഒന്നാമൻ. ഗംഗയെ കണ്ട ചോളപുരത്ത് ബൃഹദേശ്വർ ക്ഷേത്രം നിർമ്മിച്ചത്? രാജേന്ദ്ര ചോളൻ. സ്വർണത്തിന്റെ ലായകം? അക്വാറീജിയ. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച വിദേശ വംശജ? സോണിയാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ വ്യക്തിഗത ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവ്? രാജ്യവർദ്ധൻ സിംഗ് റത്തോഡ്. ഹവോ ബീച്ച് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ഹരിയാനയിലെ ഏക നദി? ഖഗ്ഗർ. ഖാഗ്ര യുദ്ധത്തിൽ മഹ്മൂദ് ലോധിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാനികളെ തോൽപ്പിച്ചതാരാണ്? ബാബർ. ഹാൽദിഘട്ട് യുദ്ധത്തിൽ അക്ബറെ എതിർത്ത് പരാജയപ്പെട്ട രജപുത്ര രാജാവ്? റാണ പ്രതാപ്. ഹാജു എന്ന തീർത്ഥാടന കേന്ദ്രം ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. ഹിന്ദിയിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഹിന്ദ് മഹാസാഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഹിന്ദുസ്ഥാന്റെ തനതായ ഫലം എന്ന് മാങ്ങയെ വിശേഷിപ്പിച്ചത് ആരാണ്? ബാബർ. ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ഷിംല. ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുമ്പോൾ. മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? ത്വക്ക്. ലഡ്ച ഭൂട്ടിയ എന്നിവ ഏത് സംസ്ഥാനത്തിന്റെ ജനതയാണ്? സിക്കിം. ലെപ്രോമിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. ഐക്യരാഷ്ട്രസഭയുടെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ്? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. അതിന് പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഒന്നുകൂടി കേട്ടിട്ട് പോവുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്